അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്ലാസ് തന്നെ മീഡിയ പൂളിനെ കുറിച്ച് പഠിക്കാം. മീഡിയ പൂളിലേക്ക് വീഡിയോസ് ഇമ്പോർട്ട് ചെയ്യുന്നതും ഓർഗനൈസ് ചെയ്യുന്നതാണ് ഈ ഒരു ക്ലാസ്സിൽ വരുന്നത്. അപ്പോൾ ഈ വീഡിയോയുടെ ഇടയ്ക്കായിട്ട് ഞാനൊരു ചോദ്യം ചോദിക്കും, അതെനിക്ക് മെസ്സേജ് ആയിട്ട് റിപ്ലൈ തരണം കേട്ടോ. ഓക്കെ എന്നാൽ നമ്മൾ ഡാവിഞ്ചി റിസോൾവ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ഒരു വിൻഡോ ആണ് നമുക്ക് ഓൺ ആയിട്ട് വരിക അല്ലേ. ഈ ഒരു ഇന്റർഫേസ് ആയിരിക്കും നമുക്ക് കിട്ടുക. ഇതിൻ്റെ അകത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അത് ആദ്യം തന്നെ പഠിക്കാനുള്ളത് മീഡിയ പൂളിനെ കുറിച്ചാണ്. എന്താണ് മീഡിയ പൂൾ, എന്താണ് മീഡിയ? മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാനുള്ള വീഡിയോസ്, ഫോട്ടോസ്, ഓഡിയോസ്, ഇമേജസ്, വെക്ടർ ആനിമേഷൻസ് ഇങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളുമാണ് മീഡിയ എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ മീഡിയാസിനൊക്കെ നമുക്ക് ആദ്യം ഡാവിഞ്ചിയിലേക്ക് ഇമ്പോർട്ട് ചെയ്യണം, അതായത് ഡാവിഞ്ചിയിലേക്ക് ആഡ് ചെയ്ത് വെക്കണം അല്ലേ. എന്നാലാണ് നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുക. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഏരിയയാണ് മീഡിയ പൂൾ. ഈ മീഡിയ പൂളിൻ്റെ അകത്തേക്കാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ആഡ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ നമുക്ക് മീഡിയ പൂൾ എവിടെയാണ് കാണാൻ പറ്റുക? നോർമലി ലെഫ്റ്റ് സൈഡിലായിട്ട് മീഡിയ പൂൾ എന്ന് എഴുതിയിട്ടുണ്ടാവും. ഇത് ഓഫ് ആണെങ്കിൽ ഇതേപോലെ ഇൻ്റർഫേസ് ആയിരിക്കും. അപ്പോൾ നമ്മളിത് ഓൺ ചെയ്യാം. ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു വൈറ്റ് കളറിലേക്ക് മാറും. ഓക്കെ അല്ലേ? ഇതാണ് നമ്മുടെ മീഡിയ പൂൾ. സെറ്റ് അല്ലേ? ഈ മീഡിയ പൂളിൻ്റെ അകത്തേക്ക് നമ്മൾ ആദ്യം തന്നെ വീഡിയോസ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാം, ഇമ്പോർട്ട് ചെയ്യാം, ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. പക്ഷേ നമ്മൾ പ്രൊഫഷണലി നീങ്ങുന്ന സമയത്ത് ഒരു ഓർഗനൈസ് ചെയ്ത് പോകുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് വരിക അല്ലേ. ഒന്ന് അറേഞ്ച് ചെയ്ത് നല്ല വൃത്തിയാക്കി വെച്ച് പോയി കഴിഞ്ഞാൽ അതായിരിക്കും നമുക്ക് മുന്നോട്ടേക്ക് ഒരു ശീലമായി മാറിക്കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ സ്വന്തം വർക്ക് ചെയ്യുമ്പോൾ കുഴപ്പമില്ല. നമ്മൾ എവിടെയെങ്കിലും ജോലിക്ക് കയറുക അല്ലെങ്കിൽ മൂന്നാമത്തെ ഒരാൾ നമ്മൾ എഡിറ്റിംഗ് കാണുകയോ ചെയ്യുന്ന സമയത്ത് ഒരു വൃത്തിയിൽ പോകണമെങ്കിൽ എപ്പോഴും നമുക്ക് സമയമെടുത്ത് നല്ലൊരു അറേഞ്ച്മെൻറ്റ് ചെയ്ത് പോകുന്നതായിരിക്കും നന്നാവുക. ഓക്കെ അല്ലേ? അതിനുവേണ്ടി എനിക്ക് ആദ്യം തന്നെ ഇവിടെ ഫോൾഡേഴ്സ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ്? നമുക്ക് ഒന്നെങ്കിൽ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ ബിന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ന്യൂ ബിന്ന് കാണാൻ പറ്റും. ഇനി ഇങ്ങനെയൊന്നും അല്ലെങ്കിൽ നമുക്ക് ഇതാ ഇവിടെ ഒരു പ്ലസ് ബട്ടൺ കണ്ടോ, ഇത് അടിച്ചു കഴിഞ്ഞാൽ പുതിയൊരു ബിന്ന് ക്രിയേറ്റ് ആവും. ഈ 3 രീതിയിലും പുതിയ ബിന്ന് ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഇതിന് എന്തെങ്കിലും ഒരു പേര് കൊടുക്കാം. ഞാൻ ആദ്യത്തെ ഒരു ബിന്നിന് വീഡിയോ എന്നൊരു പേര് കൊടുത്തു. ഓക്കെ അല്ലേ? ഇനി ആ ബിന്നിൻ്റെ പേര് വീഡിയോ ആണ്. നമുക്ക് അതിൻ്റെ അകത്തേക്ക് വീഡിയോസ് ആഡ് ചെയ്ത് വെക്കാം, ഇതിൻ്റെ അകത്തേക്ക് ഓഡിയോസ് ആഡ് ചെയ്യാം, ഫോട്ടോസ് ആഡ് ചെയ്യാം, എന്ത് വേണമെങ്കിലും ആഡ് ചെയ്ത് വെക്കാം. പക്ഷേ നമ്മുടെ അറേഞ്ച്മെൻറ്റ് പിന്നെയും തെറ്റിപ്പോകും അല്ലേ. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഇതൊരു ഫോൾഡറാണ്. ജസ്റ്റ് നമുക്ക് വീഡിയോ എന്നൊരു പേര് കൊടുത്തുകൊണ്ട് ഇതിൻ്റെ അകത്ത് വീഡിയോസ് മാത്രം ആഡ് ചെയ്ത് വെക്കാം. അതല്ലാതെ വീഡിയോ മാത്രമേ പറ്റുള്ളൂ എന്ന് അർത്ഥമില്ല കേട്ടോ. ഓക്കെ, ഇനി നമുക്കിത് ഷോർട്ട് കട്ട് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ആഡ് ചെയ്യാം? ഷിഫ്റ്റ് കമാൻഡ് എൻ അടിച്ച് നോക്കിയേ, ഒരു ന്യൂ ബിന്നൂടെ ക്രിയേറ്റ് ആവും. എന്താണ്? ഷിഫ്റ്റ് കമാൻഡ് എൻ. വിൻഡോസിലാകുമ്പോൾ എന്താവും? ഷിഫ്റ്റ് കൺട്രോൾ എൻ. എൻ ഫോർ ന്യൂ ആണ് കേട്ടോ. ന്യൂ ബിൻ ആണ് അതിൻ്റെ ഉദ്ദേശം. ഓക്കെ അല്ലേ? ഇനി നിങ്ങളിങ്ങനെ റൈറ്റ് ക്ലിക്ക് അടിച്ചു അങ്ങനെ ചെയ്ത് പോകേണ്ട കാര്യമില്ല. എപ്പോഴും നമ്മൾ ഷോർട്ട് കട്ട് അടിച്ചുകൊണ്ട് ആഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഷിഫ്റ്റ് കമാൻഡ് എൻ, ഷിഫ്റ്റ് കൺട്രോൾ എൻ. ഓക്കെ, ഇവിടെ നമുക്ക് അവിടെ റീനെയിം ചെയ്യാൻ പാകത്തിലാണ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം? ഓഡിയോ എന്നൊരു പേര് കൊടുക്കാം അല്ലേ. ഇനി നമുക്ക് എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിലോ, ഒരു ടൈം ലൈൻസ് തന്നെ ഒരു ഫോൾഡറിൻ്റെ അകത്ത് ആഡ് ചെയ്യണമെങ്കിലോ നമുക്ക് വീണ്ടും ഒരു ബിന്ന് ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ ടൈം ലൈൻ എന്നൊരു പേര് കൊടുക്കാം, അല്ലെങ്കിൽ ഇമേജ് എന്ന് പേര് എടുക്കാം. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് വേണ്ട ഫോൾഡേഴ്സൊക്കെ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ അല്ലേ? ഒന്നെങ്കിൽ നമുക്ക് ഇതേപോലെ ക്രിയേറ്റ് ചെയ്യാം. ഇതേപോലെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇനി വീഡിയോസിൻ്റെ അകത്ത് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോസിൽ ക്ലിക്ക് ചെയ്യാം. അതായത് വീഡിയോയിൽ ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഫോൾഡർ കേട്ടോ, അതിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്ത ശേഷം വീണ്ടും ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. എന്താണ് ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞേ? ഓക്കെ, അതാണ് ഷോർട്ട് കട്ട്. അപ്പോൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോയുടെ താഴെയായിട്ടായിരിക്കും പിന്നെ വരിക. നേരത്തെ വന്ന പോലെ താഴെ ആയിരിക്കും, പക്ഷേ ഇതിൻ്റെ അണ്ടറിലായിട്ട് അതിൻ്റെ ഉള്ളിലായിട്ടായിരിക്കും വരിക. കിട്ടിയ ഐഡിയ? അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? ക്യാമറ കാനോണിലാണ് ഷൂട്ട് ചെയ്തേക്കുന്നത്, അല്ലെങ്കിൽ നിക്കോൺ, അല്ലെങ്കിൽ സോണി, ബ്ലാക്ക് മാജിക്, റെഡ്, അങ്ങനെ നമുക്ക് ഏത് ക്യാമറയാണോ അത് പേരടിച്ച് വെക്കുക. ഇനി ഇതിൻ്റെ മോഡൽ ഉണ്ടെങ്കിൽ മോഡൽ, ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ നിക്കോണിൻ്റെ അകത്ത് ഷൂട്ട് ചെയ്തു. നിക്കോണിൻ്റെ കുറേ ക്യാമറകൾ എനിക്കുണ്ട്. അപ്പോൾ അതിൻ്റെ 5600 എന്ന് പറഞ്ഞൊരു മോഡലാണെന്ന് കരുതുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു പേര് കൊടുക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ ഡി എന്നിട്ട് വാല്യൂ കൂടി ഉണ്ട് കേട്ടോ. D5600 എന്ന് പറഞ്ഞൊരു ക്യാമറ. അപ്പോൾ അതിൻ്റെ അകത്ത് ഷൂട്ട് ചെയ്ത് ഇവിടേക്ക് ആഡ് ചെയ്യാം. പിന്നീട് വീണ്ടും ഒരു ക്യാമറ ഉണ്ടെങ്കിലോ വീണ്ടും ഇവിടെ ക്ലിക്ക് ചെയ്ത് വീഡിയോയിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഷിഫ്റ്റ് കമാൻഡ് തന്നെ അടിച്ചുകൊണ്ട് പുതിയൊരു ബിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അവിടെ നമ്മൾ വേറെ ഏതെങ്കിലും സോണിയുടെ ക്യാമറ അങ്ങനെ കൊടുത്തു, അതിൻ്റെ സ്പെസിഫിക് പേരുണ്ടെങ്കിൽ അത് കൊടുക്കുക. അങ്ങനെ ക്യാമറകൾ കൊടുക്കുക. അപ്പോൾ നമ്മൾ മൾട്ടി ക്യാമറയിൽ വർക്ക് ചെയ്യണമെങ്കിൽ ഏത് ക്യാമറയുടെ അകത്താണ് വീഡിയോ നമ്മൾ ആഡ് ചെയ്ത് വെച്ചെന്ന് പെട്ടെന്ന് നോക്കിയിട്ട് എടുക്കാൻ പറ്റും. ഇനി ഇങ്ങനെയല്ല, നിങ്ങൾക്ക് ഇങ്ങനെയൊന്നും അറേഞ്ച് ചെയ്യാൻ സമയമല്ല, വീഡിയോസ് മൊത്തം ഒരു ക്യാമറയിൽ എടുത്താണ്, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്. തൊട്ട് താഴെയായിട്ട് വന്നാൽ സ്മാർട്ട് ബിന്ന് കാണാൻ പറ്റും. നമുക്കിവിടെ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്, അപ്പോൾ ഇതും കൂടെ പറഞ്ഞ ശേഷം പോകാം കേട്ടോ. സ്മാർട്ട് ബിന്ന് കാണാൻ പറ്റും. ഇതിൻ്റെ അകത്ത് നമ്മൾ ഇവിടെ കളക്ഷൻസ് എന്ന് കാണാൻ പറ്റും. കണ്ടോ? ഈ ടൈം ലൈൻ ഇവിടെ ഉണ്ടാവില്ല, നിങ്ങൾക്ക് കളക്ഷൻസ് ആയിരിക്കും ഉണ്ടാവുക. ടൈം ലൈൻ ഓണാക്കുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ കളക്ഷൻ്റെ അകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ ക്ലിപ്സ് ഓൺലി, ഓഡിയോ ക്ലിപ്സ് ഓൺലി എന്ന് കാണാൻ പറ്റും. ഇവിടെ ഫിൽട്ടർ ചെയ്തിട്ട് നമുക്ക് കിട്ടും. അതായത് ഈ സോണിയുടെ അകത്തും നിക്കോണിൻ്റെ അകത്തുള്ള വേറെ ഫോൾഡറിൻ്റെ അകത്തുള്ള വീഡിയോസ് ഓൺലി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം ഇതിൻ്റെ അകത്ത് 2 വീഡിയോസും ഇവിടെ കാണാൻ പറ്റും. ഓക്കെ അല്ലേ? ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ഇങ്ങനെ ഒരു സംഭവം കൂടെ ഇവിടെ ഉണ്ട്. അഥവാ നിങ്ങൾക്ക് ഇവിടെ സ്മാർട്ട് ബിൻ കാണുന്നില്ലെങ്കിൽ ഇവിടെ വന്ന് ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് ഷോ സ്മാർട്ട് ബിൻസ് എന്നുള്ള ഒരു ഓപ്ഷന് ടിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് സ്മാർട്ട് ബിന്നോടെ ഓണാവും. ഓക്കെ അല്ലേ?
നമുക്ക് ഇവർ തരുന്ന ഫിൽറ്റേഴ്സ് ഉണ്ട് ഒരുപാട്. ഇതല്ലാതെ നമുക്ക് സ്വന്തമായിട്ട് ഫിൽറ്റേഴ്സ് ആഡ് ചെയ്യാൻ പറ്റും. ഇവിടെ പ്ലസ് ബട്ടൺ അടിച്ചുകൊണ്ട് അതിനെക്കുറിച്ച് മാത്രമായിട്ട് നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ പറയാം കേട്ടോ. സ്മാർട്ട് ബിന്നിനെ കുറിച്ച് കുറച്ച് പറയാനുണ്ട്. സ്മാർട്ട് ബിൻ പ്ലസ് പവർ ബിന്നൂടെ നമുക്ക് ഒരുമിച്ച് പറയാം. ഒരു ബിന്നും കൂടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ ലീവ് ചെയ്യാണ് ഇപ്പം. അത് നമുക്ക് പറയാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് തിരിച്ച് ബിന്നിൻ്റെ അകത്തേക്ക് തന്നെ വരാം അല്ലേ. ബിന്നിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ വീണ്ടും നമ്മളിപ്പോൾ കാറ്റഗറീസ് തിരിച്ച് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് ഇനി വീഡിയോസ് എങ്ങനെ ഇമ്പോർട്ട് ചെയ്യാൻ നോക്കാം അല്ലേ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു, വീഡിയോസിൻ്റെ അകത്ത് നിക്കോൺ എന്നുള്ള ഈ ഒരു ഫോൾഡറിൻ്റെ അകത്ത് വന്നു. ഇവിടെ എന്ത് ചെയ്യണം, റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇമ്പോർട്ട് മീഡിയ എന്ന് കാണാൻ പറ്റും. കണ്ടോ, ഇമ്പോർട്ട് മീഡിയ. അതിൻ്റെ ഷോർട്ട് കട്ട് എന്താണ്, കമാൻഡ് ഐ ആണ്. വിൻഡോസിലാകുമ്പോൾ എന്താവും, കൺട്രോൾ ഐ ആണ് കേട്ടോ. ഓക്കെ അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് കമാൻഡ് ഐ അടിച്ചുകൊണ്ട് ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ഫോൾഡർ ഓൺ ആയിട്ട് വരും. ഇതിൻ്റെ അകത്ത് നമുക്ക് വേണ്ട വീഡിയോസിനെ സെലക്ട് ചെയ്യാം. അപ്പോൾ ഇത് നിക്കോണിൻ്റെ ഫോൾഡർ ആണെന്ന് കരുതുക. അപ്പോൾ നിക്കോണിൻ്റെ കുറച്ച് വീഡിയോസ് ഞാൻ ഇതേപോലെ സെലക്ട് ചെയ്തു. ഓക്കെ അല്ലേ. ഇനി എന്ത് ചെയ്യണം, ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫോൾഡറിൻ്റെ അകത്തേക്ക് ആ വീഡിയോസ് എല്ലാം തന്നെ ഇമ്പോർട്ട് ആവും. ഇനി സോണി ഓപ്പൺ ചെയ്ത് വീണ്ടും നമുക്ക് കമാൻഡ് ഐ അടിച്ച് ഇമ്പോർട്ട് ചെയ്യാം. എന്നിട്ട് സോണിയുടെ കുറച്ച് വീഡിയോസ് സോണിയുടെ ഫോൾഡറിൻ്റെ അകത്ത് പോവുക, സെലക്ട് ചെയ്യുക, ഓപ്പൺ ചെയ്യുക. അപ്പോൾ അത് അവിടേക്ക് ഇമ്പോർട്ട് ആവും. ഇപ്പം നമുക്ക് സോണിയുടെ വീഡിയോ ഇവിടെ കിട്ടി, നിക്കോണിൻ്റെ വീഡിയോ മേലെയും കിട്ടി. ഓക്കെ, നമുക്ക് വീഡിയോസിൻ്റെ അകത്ത് തിരിച്ചു പോയി കഴിഞ്ഞാൽ 2 ഫോൾഡേഴ്സ് ആയിട്ട് ഇങ്ങനെ കാണാൻ പറ്റും. ഇനി മാസ്റ്റർ എന്നുള്ള എവിടെ തിരിച്ചു വന്നു കഴിഞ്ഞാലോ മുഴുവനായിട്ട് നമ്മുടെ ഫോൾഡേഴ്സ് കാണാൻ പറ്റും. ഇനി നമുക്ക് ഓഡിയോ ഇമ്പോർട്ട് ആണെങ്കിൽ ഓഡിയോൻ്റെ ഫോൾഡറിൽ പോവുക, ഇതേപോലെ ഇമ്പോർട്ട് ചെയ്യാം. ഇനി നമുക്ക് മൂന്നാമതൊരു കാര്യം കൂടെ ഉണ്ട്. നമുക്ക് ഫോൾഡേഴ്സിൻ്റെ അത് നേരിട്ട് ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. എങ്ങനെയാണ്, ഫോൾഡർ ഇവിടേക്ക് ഓൺ ചെയ്ത് വെക്കുക. അപ്പം നമുക്ക് വേണ്ട ഫോൾഡർ ഓൺ ചെയ്ത് വെക്കുക. അപ്പം ഞാൻ കുറച്ച് ഡൗൺലോഡ് ചെയ്ത ഫോട്ടോസ് ഇവിടേക്ക് ആഡ് ചെയ്യാണ്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ സെലക്ട് ചെയ്തു, അല്ലെങ്കിൽ വീഡിയോസ് എന്തെങ്കിലും നമുക്ക് ഫോട്ടോസ്, വീഡിയോസ്, ഓഡിയോസ് എന്ത് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഞാൻ കുറച്ച് ഫോട്ടോസും ഓഡിയോസും ഇതേപോലെ സെലക്ട് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു, ഒരു വീഡിയോയും കൂടെ സെലക്ട് ചെയ്തു. ഞാൻ ഇവിടേക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തു. അതേപോലെ വലിച്ച് ഇവിടേക്ക് വിട്ട് കഴിഞ്ഞാൽ അത് ഇവിടേക്ക് വന്നു. അപ്പോൾ നമുക്ക് വീണ്ടും അറേഞ്ച്മെൻ്റ് ഒക്കെ തെറ്റിപ്പോയില്ലേ. അത് വീണ്ടും അറേഞ്ച് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, മാസ്റ്ററിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഒരു ന്യൂ ബിന്ന് ക്രിയേറ്റ് ചെയ്യാം. എന്തായിരുന്നു ഷോർട്ട് കട്ട്, കമാൻഡ് ഷിഫ്റ്റ് എൻ, കൺട്രോൾ ഷിഫ്റ്റ് എൻ. ഞാനിവിടെ ഇമേജസ് വേറെയാണ്, ഫോട്ടോസ് വേറെയാണ് കേട്ടോ. ഇമേജസ് എന്ന് പറഞ്ഞാൽ സാധാ ഇതേപോലത്തെ ഇമേജുകളാണ്. ഫോട്ടോ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്യാമറയിൽ എടുക്കുന്ന ഫോട്ടോസാണ്. അങ്ങനെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് തമ്മിൽ കേട്ടോ. പക്ഷേ കുഴപ്പമില്ല, നമുക്ക് ഫോട്ടോസ് ഇമേജസ് ഒക്കെ ഒന്നിൽ തന്നെ ആഡ് ചെയ്യാം. ഞാനിത് ഇമേജിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്തു. അപ്പോൾ ഇതൊക്കെ ഇമേജുകളാണല്ലേ. ഇതൊക്കെ ഞാൻ ഇമേജിൻ്റെ അകത്തേക്ക് ഇതേപോലെ ആഡ് ചെയ്തു. നമ്മൾ ഫോൾഡറിൻ്റെ അകത്തേക്ക് ഇങ്ങനെ വലിച്ചിടുന്നത് പോലെ സെലക്ട് ചെയ്യുക, ഇമേജിൻ്റെ ഫോൾഡറിലേക്ക് വലിച്ചിടുക. ഇനി ഓഡിയോ അല്ലേ, ഓഡിയോ എടുക്കുക, ഓഡിയോയുടെ അകത്തേക്ക് ആഡ് ചെയ്യുക. അതേപോലെ മൾട്ടിപ്പിൾ സെലക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. കമാൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് പിടിച്ചുകൊണ്ട് നമുക്ക് വേണ്ടത് മാത്രം ഇതേപോലെ സെലക്ട് ചെയ്യാം. കണ്ടോ, എന്നിട്ട് ഇതിനെ മൊത്തം എടുത്ത് ഓഡിയോയിലേക്ക് ആഡ് ചെയ്യാം. ഇനി വീഡിയോ എടുക്കാം, വീണ്ടും വീഡിയോയുടെ അകത്തേക്ക് ആഡ് ചെയ്യാം. അത് വേറെ ഫോൾഡറിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ വേറെ ഫോൾഡറിലേക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ വീഡിയോയുടെ അകത്ത് നിന്ന് അതൊരു വീഡിയോ ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആനിമേഷൻ വീഡിയോ ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാം അല്ലേ. ഒരു ക്രിയേറ്റഡ് വീഡിയോ അല്ലേ, 3D ക്രിയേറ്റഡ് വീഡിയോ ആയതുകൊണ്ട് ആനിമേറ്റഡ് വീഡിയോ എന്നോ എന്തെങ്കിലും പേര് കൊടുക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുത്തിട്ട് അതിനെ അതിലേക്ക് അറേഞ്ച് ചെയ്ത്. ഇപ്പം നമ്മുടെ വർക്ക് ഒരാൾ കണ്ടു കഴിഞ്ഞാൽ മീഡിയ പിന്നിൽ വന്നു കഴിഞ്ഞാൽ, അതായത് മീഡിയ പൂളിൽ വന്നു കഴിഞ്ഞാൽ ആൾക്ക് നല്ല കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ച ഫോൾഡറുകൾ എവിടെയാണ്, ഫോട്ടോസ് എവിടെയാണ്, വീഡിയോ എവിടെയാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഇനി നമുക്ക് ടൈം ലൈൻസ് ഇവിടെ വെച്ച് ക്രിയേറ്റ് ചെയ്യാം. പിന്നെ അതിൻ്റെ തൊട്ട് മേലെ ബട്ടൺ കണ്ടോ, ഈ ബട്ടൺ അടിച്ചു കഴിഞ്ഞാൽ മീഡിയ പൂൾ ഫുള്ളായിട്ട് താഴേക്ക് സ്ട്രെച്ച് ആയിട്ട് നിൽക്കും. അതായത് വലുതായിട്ട് ഫുൾ സ്ക്രീനായിട്ട് ഇങ്ങനെ വരും. അപ്പോൾ ഇത് ചെറുതാക്കി വെക്കണമെങ്കിൽ എന്ത് ചെയ്യാം, ഇതായി മേലെ കാണുന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഈ ഒരു ടൈം ലൈൻ്റെ മേലെയായിട്ട് അറേഞ്ച് ആയിട്ട് നിൽക്കും. ഓക്കെ അല്ലേ, ഇതാ ഈ ബട്ടണാണ്. ഓക്കെ, ഈ ബട്ടൺ അടിച്ചു കഴിഞ്ഞാൽ മെയിൻ ആ ഒരു കാറ്റഗറി ഓഫ് ആവും, കാറ്റഗറി വീണ്ടും ഓൺ ആവും. ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ ആഡ് ചെയ്ത വീഡിയോസ് ഒന്നും ഡാവിഞ്ചിയിലേക്ക് കോപ്പി ആയിട്ടില്ല, ജസ്റ്റ് ഒരു ലിങ്കിങ് മാത്രമേ ഇവിടേക്ക് വന്നിട്ടുള്ളൂ. ഓക്കെ അല്ലേ, ഒരു ലിങ്ക് മാത്രമാണ് ഇവിടേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ലിങ്ക് വന്നത് കൊണ്ട് തന്നെ നമ്മളെ ഈ ഒരു വീഡിയോസ് ഇരിക്കുന്ന ഫോൾഡറില്ലേ, അപ്പോൾ ആ ഫോൾഡറിൽ പോവാം. അപ്പം ഞാൻ ആ ഫോൾഡറിൻ്റെ പേരൊന്ന് മാറ്റുകയാണെങ്കിലോ, അല്ലെങ്കിൽ ആ ഫോൾഡർ അവിടെ നിന്ന് മാറ്റി വേറെ എവിടേക്കെങ്കിലും പേസ്റ്റ് ചെയ്യോ ഡിലീറ്റ് ചെയ്യോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, ഈ ഒരു ഫോൾഡറിൻ്റെ അകത്ത് ഈ ഫോട്ടോസൊക്കെ ഉള്ളത് ഞാൻ വൈഡ് എന്ന് പറഞ്ഞൊരു പേരാണ് കൊടുത്തത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാൻ ഇതിൻ്റെ പേര് മാറ്റുകയാണ്, 1080p എന്നുള്ളൊരു പേര് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു പേര് കൊടുത്തു. അപ്പോൾ അതിൻ്റെ പേര് മാറിയില്ലേ, പേര് മാറിയ സ്ഥിതിക്ക് ഞാൻ തിരിച്ച് ചെന്നിട്ട് ആ വീഡിയോസ് അവിടെ നോക്കുന്ന സമയത്ത് അത് അവിടെ നിന്ന് മിസ്സിംഗ് ആണ്. കാരണം എന്താണ്, ഫോൾഡറിൻ്റെ പേര് മാറുമ്പം ആ ലൊക്കേഷൻ മാറിപ്പോവാണ്, അത് ഡിലീറ്റ് ആയിപ്പോയി എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി ഇത് ഡിലീറ്റ് ആയിപ്പോയാലും ശരി, ഇവിടുന്ന് ഞാൻ കട്ട് ചെയ്തിട്ട് വേറെ എവിടേക്കെങ്കിലും ഇവിടുന്ന് ഞാൻ കട്ട് ചെയ്ത് ഡെസ്ക്ടോപ്പിലേക്ക് ഞാൻ പേസ്റ്റ് ചെയ്യാമെന്ന് കരുതുക. ഞാൻ കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്തു ഡെസ്ക്ടോപ്പിലേക്ക്. അപ്പോൾ ഇവിടുന്ന് ആ ഫോൾഡർ അങ്ങോട്ടേക്ക് പോയി. ഈ സമയത്തും ഇത് മിസ്സിങ് തന്നെയാണ്, കണ്ടോ. അപ്പോൾ ഇങ്ങനെ പല രീതിയിൽ മിസ്സിങ് ആവും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, പേര് മാറ്റാതിരിക്കാൻ നോക്കുക, ലൊക്കേഷൻ മാറ്റാതിരിക്കാൻ നോക്കുക, ഡിലീറ്റ് ചെയ്യാതെ നോക്കുക. അപ്പോൾ നമ്മുടെ ഫയലുകൾ മിസ്സാവില്ല. അപ്പോൾ ഞാൻ തിരിച്ച് ഇങ്ങോട്ട് തന്നെ കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്തു അവിടെ നിന്ന് ഇങ്ങോട്ട്. ഇനി അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ തന്നെ റീലിങ്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് പറയാൻ വേണ്ടിയാണ് ഇത് ഈ ഒരു കാര്യം പറഞ്ഞു കേട്ടോ. ഇപ്പോൾ ഇങ്ങനെ മിസ്സിങ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ കണ്ടോ ചുവന്ന ഐക്കണായ
നേരെ ഇത് വെള്ള ഐക്കണിലായിരുന്നു, അതിൻ്റെ അർത്ഥം ഒന്നും മിസ്സിംഗ് ഇല്ല എന്നാണ്. ഇത് ചുവന്ന ഐക്കണിൽ വന്നതിൻ്റെ അർത്ഥം എന്തോ ഒരെണ്ണം മിസ്സിംഗ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നത് വെച്ചാൽ ഈ വീഡിയോയിലാണ് ഇരിക്കുന്നത് വെച്ചാൽ നമുക്ക് മനസ്സിലാവില്ല എവിടെയാണ് മിസ്സിംഗ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഈ ലിങ്ക് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അത് കാണിച്ചു തരും വൈഡ് എന്നുള്ള ഫോൾഡറാണ് മിസ്സിംഗ് ആയി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, റീലൊക്കേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കറിയാം നമ്മൾ പേര് മാറ്റി വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ തന്നെ തിരിച്ചു പോകാം. അവിടെ ലൈവ് ക്ലാസ്സിൻ്റെ അകത്ത് 1080p എന്നുള്ളൊരു ഫോൾഡറിൻ്റെ പേരാക്കി മാറ്റിയിട്ടുണ്ട് അല്ലേ. നമ്മൾ ഈ ഒരു ഫോൾഡറിൽ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ അത് റീലിങ്ക് ആവും. കണ്ടോ, റീലിങ്ക് ആയി. ആ ബട്ടൺ ചുവപ്പ് പോയിട്ട് പഴയ ഒരു കളറിലേക്ക് തന്നെ ആയി, വീഡിയോസ് തിരിച്ചു വന്നു. ഓക്കെ അല്ലേ. അപ്പം ഇങ്ങനെയാണ് ഈ ഒരു ബട്ടണിൻ്റെ ഉദ്ദേശം, റീലിങ്കിങ് കേട്ടോ. ഇനി തൊട്ടടുത്തൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്ലിപ്പ് അനലൈസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. ഇത് 21 മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ 20 ആണ് പ്രാക്ടീസ് ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഇത് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അനലൈസ് ചെയ്യാം. ഏതൊക്കെ രീതിയിൽ അനലൈസ് ചെയ്യാം? അനലൈസ് ഫോർ ഇൻ്റലിജ് സെർച്ച്, ഇൻ്റലിജ് സെർച്ചിന് വേണ്ടിയിട്ട് അനലൈസ് ചെയ്യാം. അതായത് എന്താ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ വീഡിയോസിൻ്റെ അകത്ത് കാറുകളുള്ളൊരു വീഡിയോ ഉണ്ടെന്ന് കരുതുക, അതേപോലെ ഫുഡുള്ള വീഡിയോസ് ഉണ്ട്. അപ്പോൾ ക്യാമറയിൽ ഒരിക്കലും അത് കാറാണ് അല്ലെങ്കിൽ ഫുഡാണെന്ന് എഴുതി വെക്കില്ല. അതിൻ്റെ നമ്പർ ആയിരിക്കും ഉണ്ടാവുക അല്ലേ, പേര് എന്തെങ്കിലും ഒരു നമ്പർ ആയിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ ഇമേജ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അങ്ങനെ ഒരു പേരായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമുക്ക് കാറിന് സെർച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇതെന്ത് ചെയ്യും, വീഡിയോ മൊത്തം അനലൈസ് ചെയ്ത് കാറുള്ള വീഡിയോസിനെ മാത്രം ഇത് ഫിൽറ്റർ ചെയ്ത് തരും. അതിനുള്ള ഒരു സംഭവമാണ് ഇൻ്റലിജ് സെർച്ച് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇൻ്റലിജ് സെർച്ചിന് വേണ്ടി നമുക്ക് ടിക്ക് ഇവിടെ ഓൺ ആക്കിയിടാം. പിന്നെ അനലൈസ് ഫോർ സ്ലൈറ്റ്. ഇപ്പോൾ നമ്മൾ ഷോർട്ട് ഫിലിമൊക്കെ ചെയ്യുകയാണെങ്കിൽ അതേപോലെ ക്ലാപ്പ് ബോർഡുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ ക്ലിപ്പ് ബോർഡുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് സീന് ഒക്കെ എഴുതി വെക്കാനുള്ള ഒരു ബോർഡ് ഉണ്ടാവും അല്ലേ, ക്ലാപ്പ് ബോർഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത് അനലൈസ് ചെയ്യാൻ വേണ്ടി ക്ലിപ്പിന് നമ്പർ സെർച്ച് ചെയ്തെടുക്കാനൊക്കെ വേണ്ടിയിട്ട് അത് അനലൈസ് ചെയ്യണമെന്നാണ് ചോദിക്കുന്നത്. അതിൽ നമ്മൾ ഈ ബോർഡിൻ്റെ അകത്ത് എഴുതി വെക്കും ഷോട്ട് 1 അല്ലെങ്കിൽ സീന് 1ൻ്റെ അകത്ത് ഷോട്ട് 1 ടേക്ക് എത്രാമത്തെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെക്കും. അത് നോക്കിയിട്ട് സെർച്ച് ചെയ്തെടുത്ത് തരും. പിന്നെ ട്രാൻസ്ക്രിപ്ഷൻ ഉണ്ട്, അതായത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ അനലൈസ് ചെയ്തുകൊണ്ട് അത് എടുത്തു തരും. ഓഡിയോ ക്ലാസിഫിക്കേഷനിലും അങ്ങനെ തന്നെയാണ്. നമ്മളിപ്പോൾ ഫുഡ് എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ അത് പിസയോ ബർഗറൊക്കെ ഉണ്ടെങ്കിൽ അത് കാണിച്ചു തരും, ചോറൊക്കെ ഉണ്ടെങ്കിൽ അത് കാണിച്ചു തരും. ഇനി അങ്ങനെയല്ല, നമ്മൾ കാറിൻ്റെ പേരാണ് പറയുന്നതെങ്കിൽ അതിൻ്റെ അകത്ത് വേറെ വെറൈറ്റി കാറുകൾ ഉണ്ടാവുമല്ലോ, ഓഡി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് സെർച്ച് ചെയ്തത് നമ്മൾ ഓഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കാറിനെ കാണിച്ചു തരും. ആ രീതിയിലുള്ള സെർച്ചുകളാണ് ഈ കാണുന്നത്. അപ്പോൾ അനലൈസ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് മൊത്തം ഇരുന്നൊന്ന് അനലൈസ് ചെയ്യും കേട്ടോ. അനലൈസിങ് ഫോർ ഇൻ്റലിജ് സെർച്ച്, ഓരോന്നിന് വേണ്ടിയിട്ട് ഇത് സെർച്ച് ചെയ്യും. ഈ വീഡിയോയിൽ എന്തൊക്കെയുണ്ട് അതിനെ സെർച്ച് ചെയ്തത് കണ്ടുപിടിക്കും. അപ്പോൾ ഒരുപാട് സമയം എടുക്കുന്നുണ്ട്, തൽക്കാലം ഞാൻ ക്യാൻസൽ ചെയ്യണം. അപ്പോൾ നിങ്ങൾ അതേപോലെ ചെയ്യുക. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സെർച്ച് കണ്ടോ, ഇവിടെ സെർച്ച് വന്ന് ഞാൻ കാറിന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാറുള്ള വീഡിയോസൊക്കെ ഇവിടെ അത് എടുത്തു തരും. അപ്പോൾ അതിന് മുന്നേ നമുക്കൊരു കാര്യം കൂടെ ചെയ്യണം. ഇവിടെ 3 ഡോട്ടില്ല, ഈ 3 ഡോട്ടിൽ വന്ന് വീണ്ടും ഇൻ്റലിജ് സെർച്ചിൻ്റെ മോഡ് ബെറ്ററിലേക്ക് മാറ്റണം. ഇവിടെ എനിക്ക് വർക്കാവില്ല, കാരണം ഗ്രാഫിക്സ് കാർഡിൻ്റെ റാം 16 GB വേണമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ നമുക്ക് 8 GB ഗ്രാഫിക്സ് കാർഡ് വരുന്നുള്ളൂ, അതുകൊണ്ട് അത് വർക്കാവില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടുന്ന് ബെറ്റർ എന്നുള്ളൊരു മോഡിലേക്ക് മാറ്റുക. എന്താണ്, ഇൻ്റലിജ് സെർച്ച് മോഡിനെ ബെറ്റർ എന്നുള്ളൊരു ഓപ്ഷനിലേക്ക് മാറ്റിയിട്ട് ശേഷം എന്ത് ചെയ്യാം, ഇവിടെ സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു സെർച്ച് ആദ്യം നമ്മൾ അനലൈസ് ചെയ്യണം കേട്ടോ. ഈ ഇത് അനലൈസ് ചെയ്ത ശേഷം കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് മാറും. പിന്നെ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഫിൽറ്റർ ചെയ്യാം. ഓഡിയോ ട്രാൻസ്ക്രിപ്ഷൻ മാത്രമായിട്ട് ആഡ് ചെയ്യണമെങ്കിൽ അത് മാത്രം ഓൺ ചെയ്തിട്ട് അങ്ങനെ സെർച്ച് ചെയ്യാം. പിന്നീട് നമുക്ക് മാറ്റിയിട്ട് ഇവിടെ ഓൾ അനലറ്റിക്സ്, അപ്പോൾ നമ്മൾ കൊടുത്ത എല്ലാ അനലറ്റിക്സും വേണോ, അല്ലെങ്കിൽ AI അനലറ്റിക്സ് ഇൻ സെലക്റ്റഡ് ക്ലിപ്പ് മാത്രം മതിയോ, അല്ലെങ്കിൽ മൊത്തത്തിൽ സെർച്ച് ചെയ്ത് എടുക്കണോ, അങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെ വേണ്ട പോലെ മാറ്റി കൊടുക്കാം. ഓക്കെ അല്ലേ. പിന്നെ ഇവിടെ നമുക്ക് സെർച്ച് ഇൻ ബിന്ന്, ഓൾ ബിന്നിൽ കൊടുക്കണോ, സെലക്റ്റഡ് ബിന്നിൽ കൊടുക്കണോ, ഫുൾ ക്ലിപ്സ് വേണോ, അല്ലെങ്കിൽ സെഗ്മെൻറ്റുകൾ വേണോ, അങ്ങനെയൊക്കെ നമുക്ക് ഇവിടെ മാറ്റി കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് നമുക്ക് സെർച്ച് ചെയ്യുന്ന സമയത്ത് അങ്ങനെ നോക്കി സെർച്ച് ചെയ്യാം. ഓക്കെ. പിന്നീട് നമുക്ക് തൊട്ടിപ്പറായിട്ട് ഐക്കൺ കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ ക്ലൗഡിൻ്റെ അകത്ത് എന്തെങ്കിലും സേവ് ചെയ്ത് വെച്ച വീഡിയോസൊക്കെ ഇമ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ. ബ്ലാക്ക് മാജിക്കിൻ്റെ ക്ലൗഡിൽ ഇപ്പോൾ ഞാൻ ലോഗിൻ ചെയ്തിട്ടില്ല. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഞാൻ ബാക്കപ്പ് ചെയ്ത സാധനങ്ങളൊക്കെ ഇങ്ങോട്ടേക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് വർക്ക് ചെയ്യാൻ പറ്റും. ക്ലൗഡിലുള്ള ആ ഒരു വർക്കിൻ്റെ അകത്ത് നമുക്ക് വീണ്ടും ക്ലൗഡിലുള്ള വീഡിയോസിലൊക്കെ നമുക്ക് വീണ്ടും വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ അല്ലേ. അതിനാണ് ക്ലൗഡ് അവിടെ കൊടുത്തേക്കുന്നത്. തൊട്ടിപ്പുറമായിട്ട് നമുക്കൊരു ബട്ടൺ കാണാൻ പറ്റും, 6 കോളങ്ങളൊക്കെ ആയിട്ടുള്ള. അതിൻ്റെ അകത്ത് തംബ്നെയിലായിട്ടാണ് വ്യൂ ചെയ്യുന്നത്. അതിനനുസരിച്ച് നമുക്ക് ലിസ്റ്റ് ആയിട്ട് മാറ്റണമെങ്കിൽ ലിസ്റ്റ് ആയിട്ട് വീഡിയോസ് ഇങ്ങനെ കാണാൻ പറ്റും. അതിന് ലിസ്റ്റ് ആയിട്ടും ഇനി മെറ്റാഡാറ്റ വ്യൂ ആണ് കാണണമെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മെറ്റാഡാറ്റകളോടും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും അവിടെ. അതിൻ്റെ ഡീറ്റെയിൽസും കൂടെ വരും. കിട്ടിയോ? ഓക്കെ. നമുക്ക് തംബ്നെയിൽ വ്യൂ തന്നെയായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ അല്ലേ. അത് നിങ്ങൾ എങ്ങനെയാ വെച്ചാൽ നോക്കി വെക്കുക കേട്ടോ. പിന്നെ ഇതിൻ്റെ തൊട്ടിപ്പുറമായിട്ടൊരു ഓപ്ഷൻ വരുന്നുണ്ട്. എന്താണ്, നമുക്കിതിനെ സോർട്ട് ചെയ്ത് വെക്കാം. ഇപ്പോൾ നെയിം അനുസരിച്ചാണ് സോർട്ട് ചെയ്തേക്കുന്നത്. ഇത് ഫയലിൻ്റെ ടൈപ്പ് അനുസരിച്ച് സോർട്ട് ചെയ്ത് വെക്കാം. ഫയലിൻ്റെ ഡേറ്റ് മോഡിഫൈഡ്, ഡേറ്റ് ക്രിയേറ്റഡ് നമ്മൾ എപ്പോഴാണോ ഡേറ്റ് ഇത് ക്രിയേറ്റ് ചെയ്തേക്കുന്നത് അതിനനുസരിച്ച്, എപ്പോഴാണ് ഇതിലേക്ക് ആഡ് ചെയ്തേക്കുന്നത് അതിനനുസരിച്ച്. അപ്പോൾ ഇതുപോലെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അസെൻഡിങ് ഡിസെൻഡിങ് ഉണ്ട്. അസെൻഡിങ് എന്ന് പറഞ്ഞാൽ A to Z ഓർഡറാണ്. ഡിസെൻഡിങ് എന്ന് പറഞ്ഞാൽ Z മുതൽ A വരെയുള്ള തിരിച്ചുള്ള ഓർഡറിലാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഏത് മോഡൽ വേണമെങ്കിലും ഇതേപോലെ സോർട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാനിവിടെ ഇത് എക്സാമ്പിളായിട്ട് മാറ്റുകയാണ്. ഡേറ്റ് മോഡിഫൈഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇതൊന്ന് മാറും. കണ്ടോ, ഇവൻ ആദ്യം വന്നു അല്ലേ. ഞാൻ തിരിച്ച് നെയിമിനെ കൊടുക്കുകയാണെങ്കിൽ ആദ്യം നെയിമിനനുസരിച്ച് നമ്പറുള്ള ആദ്യം വരും, പിന്നീട് A വരും, പിന്നീട് B വരും, അങ്ങനെ Z വരെ വരും. ഓക്കെ, അങ്ങനെ നോക്കിയിട്ട് സോർട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് ഇതിൻ്റെ അകത്ത് വരുന്നത്.
ആസ് എ ടീച്ചർ എൻ്റെ ചോദ്യം ഇതാണ്. കാര്യം എനിക്ക് നിങ്ങൾ പഠിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിനുള്ള ഉത്തരം എനിക്ക് അയച്ചു തരണം. അതായത് നമ്മളിപ്പം മീഡിയ ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരു ഷോർട്ട് കട്ട് പറഞ്ഞു. അതേപോലെ പുതിയ ബിന്ന് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഷോർട്ട് കട്ട് പറഞ്ഞു. ഈ 2 ഷോർട്ട് കട്ടുകളും നിങ്ങൾ വിൻഡോസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ വിൻഡോസിൻ്റെ, മാക് ആണ് ഉപയോഗിക്കുന്നത് മാക്കിൻ്റെ, ഇതെനിക്ക് പറഞ്ഞോ അല്ലെങ്കിൽ ടൈപ്പ് ചെയ്തോ ഒന്ന് അയച്ചു തരിക. അപ്പോൾ നിങ്ങൾ പഠിക്കുന്നത് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. എനിക്ക് നിങ്ങളെ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. അല്ലാത്ത പക്ഷേ ഞാൻ എന്ത് കരുതും, നിങ്ങൾ പഠിക്കുന്നില്ല, എവിടെന്നെങ്കിലും അവിടെ ഇവിടെയൊക്കെ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ ചോദിക്കാമെന്ന് കരുതും. സപ്പോർട്ട് ചെയ്യില്ല എന്നല്ല, പക്ഷേ എൻ്റെ മനസ്സിൽ സങ്കടം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ട് സംശയങ്ങൾ ചോദിക്കുക, അതേപോലെ ഇതിൻ്റെ ഉത്തരവ് അയയ്ക്കുക. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.